പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാഴ്ചശേഷി തിരികെ ലഭിച്ചതിനെ തുടർന്ന് കൃഷ്ണ തനിക്ക് കിട്ടിയ തിരിച്ചടികൾക്കെല്ലാം പ്രതികാരം ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നു. ഇതേ തുടർന്ന് ജയദേവനോടും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയോടും കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന കൃഷ്ണ രാധികയുടെ കേസിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. ഞാൻ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വെക്കണമായിരുന്നു. തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ജയദേവന്റെ ജീവിതം ഒരിക്കലും തകർക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം ജയദേവ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജയദേവൻ തൻ്റെ ജീവിതം ഇപ്പോൾ ഉത്തരമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് തന്നെ സഹായിക്കുന്നതിനായി മണിക്കുട്ടി വന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് വിട്ടുതരണം എന്ന് ജയദേവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ലക്ഷ്മിയും അതുതന്നെയാണ് ഞങ്ങൾക്ക് തിരികെ തരേണ്ടത് എന്ന് പറയുകയും അങ്ങനെയാണ് എങ്കിൽ ജീവിക്കുന്നതിനായി ജയദേവന് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും വരില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണയെ. മണിക്കുട്ടിയെ വിട്ടുകളയാൻ കൃഷ്ണ മടി കാണിക്കുകയാണ്. മാത്രവുമല്ല, അങ്ങനെ ഇവളെ വിട്ടു തന്നാൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിക്കുകയും തൻ്റെ ജീവിതത്തിൽ മണിക്കുട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ലക്ഷ്മി, മുത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞായില്ലേ എന്നും കാവ്യയ്ക്കും നിങ്ങൾക്കും ജീവിക്കുന്നതിനായി അവൾ തന്നെ ഒരു വലിയ പ്രതീക്ഷയാണ്. എന്നാൽ ഞങ്ങളുടെ കാര്യം നോക്കൂ, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതിനായി മണിക്കുട്ടി ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. മാത്രവുമല്ല, കൃഷ്ണയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ, കാവ്യയ്ക്കും കാവ്യയുടെ വീട്ടുകാർക്കും മണിക്കുട്ടിയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ആ വീട്ടിൽ നിന്നുകൊണ്ട് അവൾ ഒരുപാട് കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. അവിടെ ആരും തന്നെ അവളെ അംഗീകരിക്കുന്നതിന് തയ്യാറാകുന്നുമില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട് അവൾ ജീവിക്കുന്നതിലും ഭേദം അവളുടെ സ്വന്തം അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ ജീവിക്കുന്നതല്ലേ. ഞങ്ങൾ അവൾക്ക് യാതൊരു കുറവും വരാതെ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പു നൽകാൻ സാധിക്കും കൃഷ്ണ. കൃഷ്ണ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് മാത്രവുമല്ല, അവൾക്കൊരിക്കലും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും നൽകാം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് കൃഷ്ണ എനിക്ക് ഇതേപ്പറ്റി ആലോചിക്കാൻ കുറച്ച് സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് മണിക്കുട്ടിയോട് എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന കൃഷ്ണ, അവിടെ നിൽക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം നിനക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഇടയ്ക്ക് എനിക്ക് നിന്നെ വന്ന് കാണുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയുടെ കൂടെ പോകാൻ നീ തയ്യാറാണോ എന്ന് കൃഷ്ണ ചോദിക്കുകയാണ്. ഈ ചോദ്യം മണിക്കുട്ടിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണ തിരികെ കാവ്യയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാവ്യയോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന കൃഷ്ണ തനിക്ക് കാഴ്ച കിട്ടുമ്പോൾ തൻ്റെ മുന്നിൽ കാവ്യ ഉണ്ടാകണമെന്നുള്ള കാര്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ കാവ്യ അതിന് തയ്യാറായില്ല. ഇത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിരിക്കുകയാണ് കാവ്യ. ഒരിക്കലും ഇത് മറക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഉമ അവിടെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ കൂടി അവിടേക്ക് വരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്
ഉമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഒരു തവണ വ്യക്തമാക്കിയതാണ്. അത് നിനക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല എങ്കിൽ നീ വിശ്വസിക്കണ്ട. പക്ഷേ അതും പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുകയും ഇനി താൻ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് ഉമ നുണ പറയുകയായിരുന്നു എന്നുള്ള സത്യം കാവ്യ മനസ്സിലാക്കുന്നത്. ഉമയും ഇതോടെ കാര്യങ്ങൾ സമ്മതിക്കുകയായി. കാവ്യയുടെ മനസ്സിൽ എത്രത്തോളം സ്നേഹം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഉമ, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഇനി വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാവ്യ. ഇതോടെ തൻ്റെ തെറ്റ് കാവ്യ തിരിച്ചറിയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് മണിക്കുട്ടിയെ ജയദേവന്റെയും ലക്ഷ്മിയുടെയും അടുത്തേക്ക് അയക്കാനുള്ള തീരുമാനം കൃഷ്ണ എടുത്തു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത്. ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിനായി മണിക്കുട്ടി കാവ്യയുടെ അടുത്തേക്ക് വരികയും കാവ്യയോട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് കാവ്യ വന്നു നിൽക്കുന്നത്. ഇനിയും ഈ വീട്ടിലെ ജോലി ചെയ്ത് ജീവിതം കളയാൻ തയ്യാറല്ല എന്നും മണിക്കുട്ടി തനിക്ക് പഠിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ജയദേവന്റെയും ലക്ഷ്മിയുടെയും കൂടെ നിൽക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിഷ്പ്രയാസം നടക്കും എന്ന് അറിയിക്കുകയും ചെയ്ത് ഒടുവിൽ അവിടെ നിന്ന് പോകുന്നതിനായുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മണിക്കുട്ടിയെ കൊണ്ടുപോകുന്നതിനായി ഇതേ തുടർന്ന് ജയദേവനും അതുപോലെ തന്നെ ലക്ഷ്മിയും കാവ്യയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഈ കാഴ്ച കാണുന്നത് മുത്തിനെ ആകെ സങ്കടപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ മുത്ത് മണിക്കുട്ടിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും മണിക്കുട്ടിയോട് പോകണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. മണിക്കുട്ടി ഉള്ളപ്പോൾ മാത്രമാണ് എനിക്ക് ഇവിടെ ഒരു സന്തോഷമെന്നും നിന്റെ കൂടെ തല്ലുകൂടുന്നത് താൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സങ്കടമായിരിക്കുകയാണ് മണിക്കുട്ടിക്ക്. പക്ഷേ ഇനിയും പോകാതെ ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി കൃഷ്ണയോട് യാത്ര പറഞ്ഞ് ജയദേവന്റെയും ലക്ഷ്മിയുടെയും കൂടെ പോകാൻ തയ്യാറാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.